എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ റാഞ്ചി അവനാണെങ്കിൽ വീണ്ടും അവന്റെ സമ്പത്തു പവർ ഉപയോഗിച്ച് ബാങ്കായൊക്കെ റിലീസ് ചെയ്ത് അങ്ങനെ അച്ചറം പൊച്ചറം ആ പിങ്ക് തലയൻ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് അവന്റെ ഏരിയ ആണ്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർക്ക് അവനെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ ഈസിയായി ആ ബാങ്കായി തകർക്കും. റാഞ്ചിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവനങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കും. അടുത്ത നിമിഷം ആ ഒരു ഫൈറ്റിനെ ഇന്ററപ്റ്റ് ചെയ്ത് രണ്ട് ഹോലോസ് അവിടേക്ക് വരും. ആ പിങ്ക് തലയനാണെങ്കിൽ അതുകൊണ്ടൊരു അല്പം ടെൻസ്ഡ് ആവും. കാരണം എപ്പോഴും നെഗറ്റീവ് ഇൻഫർമേഷൻ മാത്രം പാസ് ചെയ്യുന്ന രണ്ട് ഹോലോസ് ആണ് അവിടേക്ക് വരിക. പക്ഷെ ഇത്തവണ അവരുടെ പക്കല് പിങ്ക് തലയൻ ഇഷ്ടപ്പെടുന്ന ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ കൂടെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, റുഖയും അവളോടൊപ്പം ഫൈറ്റ് ചെയ്തിരുന്ന ആ ഒരു അരങ്കാറും അവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്നതായിരിക്കും. ആ പിങ്ക് തലയനാണെങ്കിൽ അത് കേട്ട് ആദ്യം ഒരു അല്പം ടെൻഷൻ തോന്നും. അടുത്ത നിമിഷം അവൻ ചിരിക്കുകയാണ്. എന്റെ ടെസ്റ്റ് സബ്ജക്റ്റ് അവൻ ശരിക്കും അടിപൊളിയാണ്. ാണ് റുക്കയ്ക്ക് അവനെ തന്നെ ഓപ്പണന്റായി കൊടുത്തത്. കാരണം അവളുടെ ബോസിന്റെ പവറും സ്പിരിറ്റും അവന്റെ ഉള്ളിലുണ്ട്. സോ അതുപയോഗിച്ച് ഈസിയായി അവളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നശിപ്പിക്കാനും കഴിയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, നിങ്ങളുടെ ടീമിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പണന്റ് ഇപ്പൊ ഇല്ലാതായി തീർന്നില്ലേ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ റുക്കിയ? സോ അവളെ നിനക്ക് നഷ്ടപ്പെട്ടു. ഇനി നീ എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം? അത് കേൾക്കേണ്ട താമസം നമ്മുടെ റാഞ്ചി. അവനാണെങ്കിൽ കൺട്രോൾ പോയി ഇപ്പോ അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ബാങ്കായും അവന്റെ സമ്പത്തും പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. കാരണം റുക്കിയ അവന് വളരെ പ്രിയപ്പെട്ടവളാണ്. റാഞ്ചിയുടെ അറ്റാക്കില് ഇപ്പൊ പിങ്ക് തലയന് ചില പരിക്കുകളൊക്കെ പറ്റുകയാണ്. ചോര തുളുമ്പി അവൻ അങ്ങനെ നിൽക്കും. പക്ഷെ അപ്പോഴും അവന്റെ ആറ്റിറ്റ്യൂഡിനാണെങ്കിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇച്ചിഗോ അവനാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിനെ തൂക്കിയെടുത്ത് ഉഷാറായിട്ട് അങ്ങനെ ചാടി ഓടുകയാണ്. എത്രയും വേഗം റുക്കിയെ കണ്ടെത്തുക എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. അവൻ അല്പദൂരം മുൻപോട്ടേക്ക് ഓടുമ്പോൾ തന്നെ ഐസന്റെ അസിസ്റ്റന്റ് അവനിപ്പോ ഇച്ചിഗോയെ ലക്ഷ്യമാക്കി അവന്റെ അടുത്തേക്ക് നടന്നു വരും. അതിനുശേഷം റുക്കിയയും അവളുടെ ഓപ്പണന്റും അവർ രണ്ടുപേരും ഫൈറ്റിൽ മരണപ്പെട്ട കാര്യം അവനോട് പറയാണ്. അത് കേൾക്കേണ്ട താമസം ഇച്ചിഗോയുടെ സകല കൺട്രോളും പോയി. ഇച്ചിഗോ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഐസന്റെ അസിസ്റ്റന്റ് പവർ ഇച്ചിഗോയുടെ എക്സ്പെക്ടേഷൻസിനും ഒരുപാട് കൂടുതലാണ്. ഹീറോയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. അവനെ തകർക്കണമെങ്കിൽ അവന്റെ ഫുൾ പവർ ഉപയോഗിക്കണം. ഐസന്റെ അസിസ്റ്റന്റ് ആണ് അവൻ. ഐസനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അത്രയും പവർ അത് അവനും ഉണ്ടാവും. അവനെ തോൽപ്പിക്കണമെങ്കിൽ എൻ്റെ പവറും അത് അത്ര ഇരട്ടിയാക്കി മാറ്റണമെന്ന് പറഞ്ഞ് ഇച്ചിഗോ ആണെങ്കിൽ ഞൊട്ടിയടയിൽ അവന്റെ ബാങ്കായ് ഫോം അത് റിലീസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ അവന്റെ ഹോലോ പവറും പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ കൺട്രോൾ ചെയ്യാണ്. ഇച്ചിഗോയുടെ മനസ്സിലുള്ള ടെൻഷൻ റുക്കയെ കുറിച്ച് ഓർത്താണ്. അവൻ പറഞ്ഞതുപോലെ റുക്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? റുക്കിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ റീപ്പർ ആണ്. അത്ര വേഗം അവളെ തകർക്കാൻ കഴിയില്ല. പക്ഷേ ഇനി ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ചിന്തിച്ച് അവന്റെ ഉള്ളിലെ ടെൻഷൻ അതും ഇപ്പോൾ ഒരു ഭാഗത്ത് കൂടും. ഇച്ചിഗോയുടെ പുതിയ രൂപവും ഭാവവും ഒക്കെ കണ്ട് ഐസന്റെ അസിസ്റ്റന്റ് ഒന്ന് പേടിക്കും. അവനെ കൊണ്ട് എങ്ങനെ ഹോലോ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു? ഇച്ചിഗോയ്ക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നു ചിന്തിച്ച് അവൻ ഒരു സെക്കൻഡ് പകച്ചു നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ ഇച്ചിഗോയുടെ പഞ്ചും അറ്റാക്കും ആയിട്ട് പ്രിവെന്റ് ചെയ്യാണ്. ഹീറോയ്ക്ക് ആണെങ്കിൽ അതൊരു വലിയ അടി തന്നെ ആയിരിക്കും. കാരണം അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചാണ് ഐസന്റെ അസിസ്റ്റന്റിനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതുപോലും അവൻ ഈസി ആയിട്ട് പ്രിവെന്റ് ചെയ്തു. ഹീറോ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് അവന്റെ സർവ്വ പവറും പുറത്തേക്കെടുത്ത് നല്ലൊരു പഞ്ച് അതിപ്പോ ഐസന്റെ അസിസ്റ്റന്റ് നേരെ പ്രയോഗിക്കും. കരുതിയതുപോലെ തന്നെ അതിനെ ടോച്ച് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ അവനെ കൊണ്ടാവില്ല. അവനാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതാണെങ്കിൽ കുറേശ്ശെ ആയിട്ട് അവനെ തന്നെ തകർക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ഉച്ചകോയ്ക്കാണെങ്കിൽ അവന്റെ പവർ ഒരുപാട് നേരം അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയില്ല. പതിയെ അവന്റെ ആ ഹോലോ മാസ്ക് അതങ്ങനെ തകർന്ന് അവന്റെ പവർ കുറഞ്ഞു വരികയാണ്. ഇച്ചിഗോ ആണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് പുറകിലേക്ക് നോക്കും. ഐസന്റെ അസിസ്റ്റന്റ് അവനങ്ങനെ ഹായായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹീറോയുടെ അറ്റാക്കിൽ ആ ഒരു ഭാഗം മുഴുവനായിട്ടും തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ ഐസന്റെ അസിസ്റ്റന്റിന്റെ ബോഡിയിൽ മാത്രം വലിയ പരിക്കുകളൊന്നുമില്ല. ഹീറോ ഇച്ചിഗോ അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവനാണെങ്കിൽ അവന്റെ ഒരു സൂപ്പർ പവർ ഇപ്പൊ ഇച്ചിഗോയ്ക്ക് നേരെ അയക്കും. ആ ഒരു പവർ ആണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയ്ക്ക് നേരെ വന്ന് ആഞ്ഞടിച്ച് ഇച്ചിഗോയെ അങ്ങനെ ആ ബിൽഡിംഗ് തന്നെ തകർത്ത് പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇച്ചിഗോയുടെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അവനങ്ങനെ ചോരയിൽ കുളിച്ച് നിൽക്കുക. പക്ഷെ അപ്പോഴും അവൻ ആ കുഞ്ഞു പെണ്ണിനെ അവളെ മാറോട് ചേർത്ത് അവളെ പ്രൊട്ടക്ട് ചെയ്ത് മുൻപോട്ടേക്ക് ഓടും. ഐസന്റെ അസിസ്റ്റന്റിന്റെ അറ്റാക്കില് അവന്റെ ഡ്രസ്സൊക്കെ കീറി പറഞ്ഞ് ഒരുപാട് പരിക്കുകൾ പറ്റിക്കഴിഞ്ഞു. പക്ഷെ ഒരു കാരണവശാലും ഞാൻ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കുതിക്കും. അടുത്ത നിമിഷം ഹീറോയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒരു അസിസ്റ്റന്റ് അവൻ വീണ്ടും ഇവിടെ അടുത്തേക്ക് വന്ന് അവനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്ത് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് തന്നെ കൊണ്ടുവരാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹീറോ ഓൾറെഡി അവന്റെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ പവറിനെ പോലും അവൻ ഈസി ആയിട്ട് ഡൗച്ച് ചെയ്തിരിക്കുകയാണ്.
അതുമാത്രമല്ല അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ ഇതിനോടകം ഏറ്റുകഴിഞ്ഞു. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും ആരോഗ്യമില്ല. ഇച്ചിഗോ നിസ്സഹായനായി ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കും. അത് കണ്ട് ആയിസന്റെ അസിസ്റ്റന്റ് ചിരിക്കും. ഇച്ചിഗോ, നീ ശരിക്കും ഒരു മണ്ടൻ തന്നെയാണ്. ഒറിഹിബയെ രക്ഷിക്കാനായിട്ട് വന്നിട്ട് നീ ഇപ്പോൾ നിന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും മരണത്തിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിന്റെ ഫ്രണ്ട്സ് മാത്രമല്ല, നീയും ഇവിടെ കിടന്ന് മരിക്കും. ഐസന്റെ അടുത്തേക്ക് പോയി അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ച് ഒറിഹിബയെ തിരികെ പിടിക്കാനല്ലായിരുന്നു നിന്റെ പ്ലാൻ. എന്റെ മുൻപിൽ പോലും നിനക്ക് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവുന്നില്ല. അങ്ങനെയുള്ള നീ ഒരിക്കലും ഐസന്റെ 7 അയലത്ത് പോലും എത്തില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇച്ചിഗോയെ കളിയാക്കി അങ്ങനെ പൊട്ടിച്ചിരിക്കും. ഇച്ചിഗോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ഐസന്റെ അസിസ്റ്റന്റ് അവനാണെങ്കിൽ വീണ്ടും ഇച്ചിഗോയെ അറ്റാക്ക് ചെയ്യാൻ തൊട്ടടുത്തേക്ക് വരും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിപ്പെണ്ണിനെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം. അതിന് അവൻ അവന്റെ സമ്പത്തും എടുത്ത് ഇപ്പൊ അവനെ ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു അറ്റാക്കിലും അവന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. അവന്റെ ഡ്രസ്സ് മാത്രം അങ്ങനെ കേറിപ്പോവാണ്. അപ്പൊ അവൻ കാണും അവന്റെ ചെസ്റ്റിൽ നമ്പർ 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഏറ്റവും പവർഫുള്ളായ അരങ്കാസില് നമ്പർ 4 ആണ് ഇവന്റെ സ്ഥാനം. സോ ഇതിലും പവറുള്ള ബാക്കി 3 അരങ്കാസ് കൂടെ ഐസന്റെ അണ്ടറിലുണ്ട്. അത് കണ്ട് അവനാണെങ്കിൽ ഡബിൾ ഷോക്ക്. ഹീറോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊന്നും അറിയില്ല. റുക്കിയുടെ അവസ്ഥ അതെന്തായിരിക്കും ചിന്തിച്ച് അവനങ്ങനെ വിഷമിച്ച് നിൽക്കും. അടുത്ത നിമിഷം ഐസന്റെ അസിസ്റ്റന്റ് അവനങ്ങനെ കൈ നീട്ടി ഇപ്പൊ ഇച്ചിഗോയുടെ ബോഡിയിലേക്ക് എന്തോ ഒന്ന് കയറ്റി വിടുകയാണ്. അതിനുശേഷം ഇച്ചിഗോയെ പൂർണ്ണമായിട്ടും തകർത്തു അവനെ ഇല്ലാതാക്കിയെന്ന വിശ്വാസത്തിൽ അവിടുന്ന് അങ്ങനെ കടന്നു പോവും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ അവന്റെ പവറും സോളൊക്കെ നഷ്ടപ്പെട്ട് അവനങ്ങനെ വീണ് കിടക്കുകയാണ്. ഇച്ചിഗോയ്ക്ക് യാതൊരു അനക്കവും ഇല്ല. പക്ഷേ ഇച്ചിഗോ നമ്മുടെ കഥാനായകനാണ്. അത്ര എളുപ്പത്തിൽ ഇച്ചിഗോ മരിക്കില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒറിഹിബയ്ക്കാണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയുടെ അവസ്ഥ അത് നന്നായിട്ട് സെൻസ് ചെയ്യാൻ കഴിയും. അവളെ കൊണ്ട് അവളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാവില്ല. അവൾ പൊട്ടിക്കരഞ്ഞ് അവളെ തന്നെ ബ്ലെയിം ചെയ്യും. ഞാൻ ഒറ്റൊരാൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ കാരണം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വലിയ അപകടത്തിലാണ്. എന്ത് സംഭവിക്കരുതെന്നാണോ ഞാൻ ആഗ്രഹിച്ചത് അതാണിപ്പോ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൾ നിർത്താതെ കരയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഒറിഹിബ് നിൽക്കുന്ന ആ ഒരു റൂമിന്റെ പുറംഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ 2 പേര് 2 ഗേൾസ് ആണെങ്കിൽ ഇപ്പൊ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് റുക്കയെ നോക്കി നിൽക്കുകയാണ്. അവളും പതിയെ തിരിഞ്ഞ് അവർ 2 പേരെ നോക്കും. റുക്കയ്ക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ക്രീപ്പി ഫീല് അത് തോന്നുകയാണ്. അവറ്റകൾ വെറും ലേഡീസ് അല്ല, ലേഡീസ് അരങ്കാസാണ്. ഐസനില് തന്റെ ഡയറക്റ്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന 2 അരങ്കാസാണ് അവറ്റകൾ അകത്തേക്ക് വന്ന് ഇപ്പൊ ഒറിഹിബയെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം അടിച്ച് അവളെ ടോർച്ചർ ചെയ്യാണ്. അവരാണെങ്കിൽ അതില് വല്ലാത്തൊരു ആനന്ദം കണ്ടെത്തും. ഒറിഹിബ കരയുമ്പോൾ അവരുടെ സന്തോഷം അതങ്ങനെ 10 മടങ്ങാവും. അവളെ ദ്രോഹിച്ചും ചീത്ത വിളിച്ചും അവരങ്ങനെ ആനന്ദം കണ്ടുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഈ 2 ലേഡീസും ഇപ്പൊ ഭയങ്കരമായിട്ട് ഒറിഹിബയിൽ ജലസാണ്. കാരണം ഐസന്റെ കംപ്ലീറ്റ് ശ്രദ്ധയും ഇപ്പൊ ഇവളിലാണ്. ഇത്രയും കാലവും അവർക്ക് 2 പേർക്കും കിട്ടിക്കൊണ്ടിരുന്ന പ്രയോറിറ്റി അത് മുഴുവനായിട്ടും ഒറിഹിബയിലേക്ക് മാറിയെന്നറിഞ്ഞ് കലി കയറിയാണ് അവരിപ്പോൾ അവളെ അറ്റാക്ക് ചെയ്യുക. അവരാണെങ്കിൽ വീണ്ടും ഒറിഹിബയെ പിടിച്ചു വലിച്ച് അവളെ കുറ്റപ്പെടുത്തുകയാണ്. നീ ഒറ്റയൊരുത്തി കാരണമാണ് ഐസൻ മാസ്റ്റർ അദ്ദേഹം ഞങ്ങളോടുള്ള അടുപ്പം കുറച്ചത്. ഒരു കാരണവശാലും നിന്നെ ഞങ്ങൾ പണിഷ് ചെയ്യാതെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളെ അങ്ങനെ തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഒറിഹിബയാണെങ്കിൽ മൊത്തത്തിൽ മാനസികവും ശാരീരികവുമായിട്ട് തളർന്ന് താഴെ വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.